प्रेममयी साई माँ, ज्ञानमयी साई माँ, प्रेममयी साई माँ। സായി ഗീത ഒരിതിഹാസം. ഏതാനും വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ സായി ഗീതയുടെ ചരിതം കേൾക്കുന്നവർ വിസ്മയത്തോടെ നെറ്റിച്ചുളിക്കും. ഇതൊക്കെ സത്യമോ? അതുകൊണ്ട് തന്നെയാണ് സായി ഗീത ഒരിതിഹാസം എന്ന് പറഞ്ഞു പോയത്. അവൾ എൻ്റെ പുത്രി. ഭഗവാൻ ബാബയുടെ ചുറ്റിനും വിദ്യാർത്ഥികൾ ഇരിക്കുന്നു. തികഞ്ഞ നിശബ്ദത. കുട്ടികൾ ഭഗവാനെ ഉറ്റുനോക്കിയിരിക്കുന്നു. ഭഗവാൻ മെല്ലെ മന്ത്രിച്ചു, സായി ഗീത, സായി ഗീത. ഗീതയുടെ സമാധി കഴിഞ്ഞ് 11ാം ദിനമാണ് അന്ന്. ഭഗവത് നിർദ്ദേശപ്രകാരം ചില ചടങ്ങുകൾ നടന്നു കഴിഞ്ഞു. ഗ്രാമീണർക്ക് പ്രസാദം വിതരണം ചെയ്തു. ചുറ്റിനുമിരിക്കുന്ന വിദ്യാർത്ഥികളോട് ഗീതയെക്കുറിച്ച് പറയവേ സായീശ്വരിയുടെ തൊണ്ടയിടറി. മിഴികൾ സജലങ്ങളായി, അധരങ്ങൾ വിറപൂണ്ടു. സായീശ്വരി അരുളി, ഇത് സന്താപ കണ്ണീരോ വികാരങ്ങളുടെ വേലിയേറ്റമോ അല്ല, മറിച്ച് വാത്സല്യനിധിയായ പിഞ്ചു കുഞ്ഞിനെ ഓർക്കുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാകുന്ന ഭാവമാണ്. നിമിഷങ്ങൾ വിറങ്ങലിച്ചു നിന്നു. മാതൃഭാവത്തിൻ്റെ കാരുണ്യം ചുറ്റിനുമുള്ളവരെ സ്വാധീനിച്ചു. ആർക്കും സംസാരിക്കാനായില്ല. അനാഥനാഥൻ. മധുമാലി വനത്തിൽ ഒരുക്കിയിരുന്ന ഒരു വാരിക്കുഴിയിൽ ഒരിക്കലൊരു കുട്ടിയാന വീണു. പശുക്കുട്ടിയോളം മാത്രമുള്ള ഒരാനക്കുട്ടി. വനപാലകർ ആനക്കുട്ടിയെ കരയിൽ കയറ്റി. അമ്മയില്ലാത്ത ഏതാനും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ആനക്കുട്ടി. ആരോ ഈ വിവരം ഭഗവാൻ ബാബയെ അറിയിച്ചു. ആ ആനക്കുട്ടി ചത്തുപോകും, ഒന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല, അത് അനാഥയാണ് സ്വാമി. ആ വാക്കുകൾ ഈശ്വരൻ്റെ മാതൃഭാവത്തെ വല്ലാതെ സ്പർശിച്ചു. സായീശ്വരി ഉടൻ അരുളി, അനാഥരായി ആരുമില്ല. ഈശ്വരൻ എല്ലാവർക്കും നാഥനായിട്ടുണ്ട്. അവളെ കൊണ്ടുവരിക, ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ഇനി ഞാൻ നിന്റെ അമ്മ. ഭഗവാൻ ബാബ വനത്തിൽ വന്ന് ഗീതയെ തൻ്റെ കാറിൽ കയറ്റി പുട്ടപർത്തിയിലേക്ക് യാത്ര തിരിച്ചു. ആനക്കുട്ടിക്ക് സായി മാതാവിനോടുള്ള ബന്ധം അവിടെ ആരംഭിക്കുകയായിരുന്നു. ആനക്കുട്ടി കരച്ചിൽ തന്നെ കരച്ചിൽ. അവളെ തലോടിക്കൊണ്ട് സായീശ്വരി അരുളി, ഇനി കരയരുത്. ഇനി മുതൽ ഞാനാണ് നിനക്കമ്മ. സന്തോഷമായിരിക്കുക. തളർന്നു മയങ്ങുന്ന ആനക്കുട്ടിയെ കണ്ട് ഈശ്വരൻ്റെ മാതൃഹൃദയം തുടിച്ചു. തനിയെ ഒന്നും കഴിക്കാനാവാത്ത പ്രായം, പാല് കുടിക്കുന്ന പ്രായമാണ്. ജനിച്ചിട്ട് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. എന്തു കൊടുത്ത് ഇതിൻ്റെ പ്രാണൻ നിലനിർത്തും? ഭഗവാൻ തേൻ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഭഗവാൻ തൻ്റെ ചൂണ്ടുവിരൽ തേനിൽ മുക്കി ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന ആനക്കുട്ടിയുടെ വായിൽ വെച്ചു കൊടുത്തു. പിന്നീട് വാത്സല്യപൂർവ്വം അരുളി, കുടിക്കൂ ബംഗാരു. സായി ഗീത അന്നാദ്യമായി നുണയാൻ പഠിച്ചു. സായി ഗീത ആ തിരുവിരൽ നുണഞ്ഞു. ആശയോടെ തൻ്റെ അമ്മയെ നോക്കി. വീണ്ടും വീണ്ടും വിഭു വിരൽ തേനിൽ മുക്കി അവളുടെ വായിൽ കൊടുത്തു.
അങ്ങനെ നുണഞ്ഞു കഴിക്കാൻ പരിശീലിപ്പിച്ചു. താമസിയാതെ വിരലിനു പകരം കുപ്പിയിൽ പാൽ നിറച്ച് നിപ്പിളിട്ട് ഗീതയുടെ വായിൽ സായി മാതാവ് വെച്ചു കൊടുത്തു. ആരാധനാപൂർവം തൻ്റെ അമ്മയെ നോക്കിക്കൊണ്ട് ആ പുത്രി കുപ്പിപ്പാൽ കുടിക്കാൻ തുടങ്ങി. നല്ല കുട്ടി, ഇന്നു മുതൽ നിന്റെ പേര് സായി ഗീത. അങ്ങനെ നാമകരണവും നടന്നു. കാണാതെ വയ്യ. ഭഗവാന്റെ കിടപ്പുമുറിയുടെ സമീപത്തുള്ള ഒരു വൃക്ഷത്തിന് ചുവട്ടിലായിരുന്നു ഗീതയുടെ താമസസ്ഥലം. സായി മാതാവിനെ കാണാവുന്ന വിധത്തിൽ പാപ്പാന്മാർ അവളെ ബന്ധിച്ചിടും. വിശന്നാൽ അമ്മയെ കാണാൻ അമാന്തിച്ചാൽ ഒരു പ്രത്യേക തരത്തിൽ അവൾ ആഹ് ആഹ് എന്ന വിധം ശബ്ദമുണ്ടാക്കും. ആ ശബ്ദത്തിൽ കലർന്നിരിക്കുന്ന നൊമ്പരച്ചൂട് ശരിക്കും അറിയാവുന്ന സായീശ്വരി ദർശന സ്പർശനാദികൾ സമ്മാനിക്കാൻ പിന്നെ ഒട്ടും അമാന്തിക്കാറുമില്ല. അങ്ങനെ ഭഗവത് സംരക്ഷണയിൽ അവൾ മിടുക്കിയായി വളർന്നു. ഭഗവാന് സായി ഗീത മാല ചാർത്തി തുടങ്ങിയതിൻ്റെ പിന്നിലും ഭഗവാന്റെ അപാര കൃപ കാണാം. ആദ്യകാലങ്ങളിൽ ഗീതയ്ക്ക് സ്വാമിയെ പൂമാല അണിയിക്കുക അതീവ ക്ലേശകരമായിരുന്നു. ശരീരവും തുമ്പിക്കൈയും അവളെ ആഗ്രഹപ്രകാരം ചലിപ്പിക്കുകയില്ലല്ലോ. സായി മാതാവ് തന്നെ അതിനൊരു വഴി കണ്ടെത്തി. സ്വാമി പാപ്പാന്മാർക്ക് നിർദ്ദേശം കൊടുത്തു. ചിത്രാവതിയിലേക്ക് പോകുമ്പോൾ കുറച്ച് കുട്ടികളെയും കൊണ്ടുപോവുക. ചിത്രാവതി തീരത്ത് ചെറിയ കുഴികൾ എടുക്കണം. ഓരോന്നിൻ്റെയും ആഴം ദൃശ്യസ്ഥമായിരിക്കണം. അതിനുശേഷം ഒരു കുട്ടി കുഴിയിലിറങ്ങണം. അപ്പോൾ അയാളുടെ തല 2 അടിയെ പുറത്ത് കാണാവൂ. അടുത്തയാൾ കുഴിയിലിറങ്ങിയാൽ 3 അടി പൊക്കം പുറത്ത് വേണം. പിന്നത്തെയാൾ 4 അടി. ആദ്യം 2 അടി ഉയരക്കാരൻ്റെ കഴുത്തിൽ ഗീതയെ കൊണ്ട് മാലയിടിക്കുക. അത് ചെയ്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അടുത്തയാളെ. അങ്ങനെ ഓരോ പൂമാല ഇടുമ്പോഴും ഓരോ ഏത്തപ്പഴം ഗീതയ്ക്ക് കൊടുക്കണം. പ്രോത്സാഹന സമ്മാനം. ഭഗവാന്റെ കൽപ്പന അക്ഷരം പ്രതി പാപ്പാന്മാർ അനുസരിച്ചു. ഗീത മാല ഉയർത്തി ഇടാൻ കഠിനമായി പരിശ്രമിച്ചു. കുട്ടികൾ അക്ഷരമാല പഠിക്കാൻ വിഷമിക്കുന്ന അതേ വിഷമം ഗീതയും അനുഭവിച്ചു. പക്ഷേ മടുക്കാതെ ഗീത ശ്രമം തുടർന്നു. താമസിയാതെ ഗീത പൂമാല അണിയിക്കാൻ വിദഗ്ധയായി. അതിനുശേഷം ഒരു നാൾ അവൾ ഭഗവാനെ മാലയണിയിച്ചു. ബംഗാരു, സ്വാമി പ്രോത്സാഹിപ്പിച്ചു. പിന്നെ അനായാസം സ്വാമിയെ മാലയണിയിക്കാനുള്ള കഴിവ് അവൾ നേടി. ഭഗവത് കൃപയാൽ. സ്വാമിയെ കാണാതെ വയ്യ. 1972 ഫെബ്രുവരിയിലായിരുന്നു ആ സംഭവം. സ്വാമി യാത്ര പോകാൻ ഇറങ്ങവേ ഭഗവാന്റെ മുറിയുടെ പുറകിൽ ഗീതയുടെ ചിഹ്നം വിളി ഉയർന്നു. ആരും അത്ര കാര്യമാക്കിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ചിഹ്നം വിളി ഉച്ചത്തിലായി. മാത്രമല്ല അതിൽ തുടിക്കുന്ന നൊമ്പരവും എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. ഭഗവാന് ശ്രദ്ധിക്കാതിരിക്കാനായില്ല. പുറത്തേക്കിറങ്ങിയ സ്വാമി പുറകിലേക്ക് നടന്നു. നേരെ ചെന്നത് ഗീതയുടെ അടുത്തേക്ക്. സ്വാമി അവളെ മൃദുവായി തട്ടി. പിന്നെ കുശല പ്രശ്നങ്ങൾ ചോദിച്ച് തലോടി. ആപ്പിൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഭഗവാൻ ആപ്പിൾ അവളുടെ വായിൽ വെച്ചു കൊടുത്തു. പിന്നീട് മെല്ലെ പോകാനായി തിരിഞ്ഞു. പിഞ്ചു കുഞ്ഞ് അമ്മയെ ചുറ്റിപ്പിടിക്കും പോലെ ഗീത തുമ്പിക്കൈ നീട്ടി സ്വാമിയുടെ തോളിലൂടെ ഇട്ട് മെല്ലെ കയ്യിൽ പിടിച്ച്
തൻ്റെ അടുത്തേക്ക് മെല്ലെ വലിച്ചടുപ്പിച്ചു. വാത്സല്യനിധിയായ ആ അമ്മ തൃക്കരം കൊണ്ട് അവളെ തടവി. പിന്നെ പുഞ്ചിരിയോടെ പറഞ്ഞു, ഗീത, എന്നെ വിടൂ. നല്ല കുട്ടിയല്ലേ, ഇപ്പോൾ തന്നെ വളരെ താമസിച്ചിരിക്കുന്നു. എനിക്ക് പോയേ തീരൂ എന്ന് നിനക്കറിയില്ലേ? ബംഗാരു, എന്നെ പോകാൻ അനുവദിക്കൂ. ഭഗവാന്റെ വാക്കുകൾക്കൊപ്പം ഗീതയുടെ തുമ്പിക്കരം അയഞ്ഞു. പക്ഷെ ഉടൻ തന്നെ മുറുകുന്നതും കാണാമായിരുന്നു. അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. കരച്ചിൽ ശബ്ദം പുറത്തു വരാതിരിക്കാൻ അവൾ വല്ലാതെ പണിപ്പെട്ടു. 5 നിമിഷങ്ങളോളം ഇങ്ങനെ കഴിഞ്ഞു. ഒടുവിൽ അവളുടെ പിടുത്തം അയഞ്ഞു. സ്വാമി അവളുടെ പിടുത്തത്തിൽ നിന്നും മോചിതനായി ഒരടി വച്ചതേയുള്ളൂ. അപ്പോഴേക്കും ഗീതയുടെ തുമ്പിക്കൈ നീണ്ടു. മുന്നോട്ട് നീങ്ങിയ ഭഗവാന്റെ പുറകോട്ട് വീശിയ വലതു തൃക്കരത്തിൽ ഗീത വീണ്ടും കടന്നു പിടിച്ചു. സ്വാമിയല്ലാതെ തനിക്കാവില്ല എന്നവൾ വിതുമ്പിക്കൊണ്ട് തൻ്റെ അവസ്ഥ ഭഗവാനെ അറിയിച്ചു. അവൾ നിത്യബ്രഹ്മചാരിണി. യുവതിയായപ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ടെത്താനായി ഗീതയെ കാട്ടിലേക്ക് അയച്ചു. പക്ഷേ അവൾക്ക് സായി സാമീപ്യമല്ലാതെ മറ്റൊന്നിലും താല്പര്യമില്ലെന്ന് കണ്ടെത്തി. 2 മാസത്തോളം കാട്ടിൽ കഴിച്ചു കൂട്ടിയ ഗീതയെ ഭഗവാൻ തിരിച്ചു വിളിപ്പിച്ചു. ഇതിനിടയിൽ അതിശയകരമായ പല ലീലകളും ഉണ്ടായി. അതിനൊടുവിൽ ഭഗവാൻ അരുളി, ഗീത നിത്യബ്രഹ്മചാരിണിയാണ്. സായി അല്ലാതെ മറ്റൊന്നും അവളുടെ മനസ്സിലില്ല. അവൾ എനിക്ക് വേണ്ടി വന്നവൾ. സായി ഗീത വിട പറയുന്നു. ഒരു മഹായോഗി ശരീരം ഉപേക്ഷിക്കുന്ന വിധമായിരുന്നു സായി ഗീതയുടെ ജീവിതാന്ത്യം. അവൾക്ക് തൻ്റെ അന്ത്യദിനങ്ങൾ മുൻകൂട്ടി അറിയാമായിരുന്നു. അതിനുള്ള വ്യക്തമായ സൂചനകളും ഗീത തൻ്റെ പരിചാരകർക്ക് നൽകിയിരുന്നു. സ്വാമി ശരീരം ത്യജിക്കാൻ തുടങ്ങുകയാണെന്ന് ഗീതയ്ക്കറിയാമായിരുന്നു. അവൾ അക്കാര്യം പാപ്പാനായ പെദ്ദറെഡ്ഡിയോട് പറഞ്ഞു. സ്വാമി ഇല്ലാത്ത ഒരു ദിക്കിൽ ജീവിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. ഞാൻ നേരത്തെ പോകുന്നു. ഗീതയുടെ അന്ത്യം അടുത്തപ്പോൾ തൻ്റെ പതിവ് പരിപാടികളിൽ ആദ്യമായി മാറ്റങ്ങൾ വരുത്തി ഭഗവാൻ പർത്തിയിലെത്തി. ഭഗവത് അനുവാദത്തോടെ സായി ഗീത യാത്രയാകുകയും ചെയ്തു. ഭഗവാന്റെ അമൃതവചനങ്ങളിലൂടെ സായി ഗീത എന്തെന്ന് വ്യക്തം. ഗീതയെക്കുറിച്ച് പരാമർശിക്കവേ സ്വാമി അരുളി, രാമൻ എവിടെയുണ്ടോ രാമദാസനായ മാരുതിയും അവിടെയുണ്ട്. കൃഷ്ണൻ എവിടെയുണ്ടോ ഭക്തകുചേലൻ അവിടെ കൃഷ്ണപൂജയിൽ മുഴുകിയിരിക്കുന്നത് കാണാം. സത്യസായി ബാബ എവിടെയുണ്ടോ സായി ഗീത അവളുടെ നിഷ്കളങ്ക ഭക്തിയുമായി അവിടെ ഉണ്ടാകും. ഗീതയ്ക്ക് എന്നോടുണ്ടായിരുന്ന തീവ്ര ഭക്തിയെക്കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കുകയും ചിന്തിക്കുകയും മാത്രം ചെയ്താൽ നിങ്ങളുടെ ചിന്തകൾ പവിത്രവും ശ്രേഷ്ഠകരവുമാവും. അപ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ ഹൃദയത്തോട് ചേർക്കും. മറ്റൊന്നും നിങ്ങൾ വേറെ ചെയ്യേണ്ടതായിട്ടില്ല. പ്രേമമയി സായി മാ, ജ്ഞാനമയി സായി മാ.